നിലമ്പൂരിൽ യുഡിഎഫിന് മിന്നും വിജയം. ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത് 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. എൽഡിഎഫ് തട്ടകങ്ങളിലും യുഡിഎഫ് കുതിപ്പ്. തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റോഡിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ചു. ദേശീയപാത വാണിയംപാറയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കോയമ്പത്തൂരിലേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. കനോലി കനാൽ നിറഞ്ഞ് കവിഞ്ഞതോടെ കയ്പമംഗലം, എടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചു. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യുഡിഎഫിന്റെ വിജയം. വോട്ടെണ്ണൽ തുടക്കം മുതൽ മുന്നിലായിരുന്ന ഷൌക്കത്ത് തന്റെ ലീഡ് ഓരോ മണിക്കൂറിലും ഉയർത്തി. ആദ്യം വോട്ടെണ്ണിയ വഴിക്കടവ് പഞ്ചായത്തിൽ ലീഡ് നേടിയായിരുന്നു ഷൌക്കത്തിന്റെ തുടക്കം. എങ്കിലും പ്രതീക്ഷിച്ച ലീഡ് ലഭിക്കാതിരുന്നത് യുഡിഎഫ് ക്യാമ്പിനെ അല്പം നിരാശയിലാഴ്ത്തി. പിന്നീട് എൽഡിഎഫ് തട്ടകങ്ങളിലും യുഡിഎഫ് കരുത്ത് കാട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സുരാജിനൊപ്പം പി.വി. അൻവറിന്റെ ഭീഷണി കൂടി പ്രതിരോധിച്ചാണ് യുഡിഎഫിന്റെ വിജയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. തൃശൂർ ഡിസിസി ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും മധുര പലഹാരം വിതരണം ചെയ്തുമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, മുൻ ഡിസിസി പ്രസിഡന്റ് എം.പി. വിൻസെന്റ്, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, ഡോക്ടർ നിജി ജസ്റ്റിൻ, രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റോഡിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ സംസ്ഥാന പാത ഉപരോധിച്ചു. ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധ സമരം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. വിനോദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജ്, പ്രസിഡന്റ് സുജിത് തേറമ്പത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം. സുജിത് കുമാർ, മണ്ഡലം പ്രസിഡന്റ് കെ. രാമചന്ദ്രൻ, ജോർജ് ആൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു. ഉപരോധ സമരത്തിന് മുന്നോടിയായി ബസ് ജീവനക്കാർക്ക് നോട്ടീസ് നൽകാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. ദേശീയപാത വാണിയംപാറയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. എറണാകുളത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് പോയിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഹൈവേ എമർജൻസി ടീമിന്റെ ക്രെയിൻ എത്തിച്ച് കാർ ഉയർത്തി. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. 18 സെന്റിമീറ്ററാണ് തുറന്നത്. 55.83 മീറ്ററാണ് ഡാമിലെ നിലവിലെ ജലനിരപ്പ്. എഇ, പി.എസ്. സാൽവിൻ, ഓവർസിയർ പി.എം. വിവേക് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാൽവ് തുറന്നത്. നിലവിൽ വെള്ളം കുറവായതിനാൽ വടക്കാഞ്ചേരി പുഴയുടെ തീരത്തുള്ളവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷം കനത്തതോടെ തീരദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞതോടെ കയ്പമംഗലം, എടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. 250ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ. അതിശക്തമായ മഴയ്ക്ക് പിന്നാലെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് തീരദേശത്തെ വീടുകളിൽ വെള്ളം കയറിയത്.
കാക്കാതുരുത്തി മുതൽ എടത്തുരുത്തി പയ്യന്നൂർ വരെയുള്ള ഭാഗങ്ങളിലായി 300ഓളം വീടുകൾ വെള്ളത്തിലാണ്. വെള്ളക്കെട്ട് മൂലം ഉൾപ്രദേശത്തെ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. പല കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്കും മറ്റും മാറി. എടത്തുരുത്തി പഞ്ചായത്തിൽ ചാമക്കാല സ്കൂളിലെ ആശ്വാസ കേന്ദ്രത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇവിടെ 70 കുടുംബങ്ങളിൽ നിന്നുള്ള 168 പേരാണ് കഴിയുന്നത്. കയ്പമംഗലം പഞ്ചായത്തിലെ കാക്കാതുരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസയിലെ ക്യാമ്പിൽ 42 കുടുംബങ്ങളിൽ നിന്നുള്ള 102 പേരുമാണ് ഉള്ളത്. TCV ന്യൂസ്, കയ്പമംഗലം. പത്മശ്രീ ഭരത് മോഹൻലാൽ തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം പുലർച്ചെ 4 മണിയോടെയാണ് മോഹൻലാൽ തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്ര മാനേജർ മനോജ് ശ്രീരാമ ഭഗവാന്റെ ഫോട്ടോ നൽകി സ്വീകരിച്ചു. തുടർന്ന് മീനൂട്ട്, അമ്പും വില്ലും, വെടിവഴിപാട്, അവിൽ നിവേദ്യം തുടങ്ങി വഴിപാടുകൾ നടത്തി. അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. എളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ കാണാതായ യുവാവിനു വേണ്ടി തിരച്ചിൽ തുടരുന്നു. കടവലൂർ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ഞാറേപ്പറമ്പിൽ കൊണ്ടാരം വളപ്പിൽ സത്യനെയാണ് കാണാതായത്. തോട്ടിലേക്ക് വീണ തേങ്ങ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാൽ വഴുതി വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കോട്ടയം MG സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് MA മലയാളത്തിൽ 2ാം റാങ്ക് നേടിയ K ഹരിതയെ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉപഹാരം സമ്മാനിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, നൈജോ ആന്റോ തുടങ്ങിയവർ സന്നിഹിതരായി. ചാവക്കാട് താലൂക്ക് NSS കരയോഗ യൂണിയൻ പെരുവല്ലൂർ മേഖലാ സമ്മേളനം പഞ്ചായത്ത് മിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് NSS കരയോഗ യൂണിയൻ പ്രസിഡന്റ് KK മേനോൻ, T ഉണ്ണികൃഷ്ണൻ, MB രാജഗോപാൽ, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെ മാതാവ് പാർവതിയമ്മ കൊളുത്തിയ ആ നിലവിളക്കിന് മുമ്പിൽ സത്യം ചെയ്ത് തുടങ്ങിയ ഈ മഹാപ്രസ്ഥാനം, അതിലെ ആ ഒരു വാചകം, പ്രതിജ്ഞ, നായർ സമുദായങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റു സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ യാതൊരു കാര്യങ്ങളും ചെയ്യുന്നതല്ല. സത്യം, സത്യം, സത്യം. ഇങ്ങനെ ഒരു പ്രതിജ്ഞ വടക്കാഞ്ചേരി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും ബാർ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച യോഗ വാരാചരണം വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി R മിനി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പ്രദീപ് കാട്ടാളത്ത് ക്ലാസ് എടുത്തു. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ദിനേശൻ, ഗവൺമെന്റ് പ്ലീഡർ NS മനോജ്, ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ദിലീപ് VS നായർ, മുൻസിഫ് കോടതി ജൂനിയർ സൂപ്രണ്ട് KL സന്തോഷ്, മജിസ്ട്രേറ്റ് കോടതി ക്ലർക്ക് N ദീപ, തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി VP പ്രഷീദ് എന്നിവർ സംസാരിച്ചു. CPI വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CPI നേതാവായിരുന്ന KK ചന്ദ്രന്റെ 12ാമത് അനുസ്മരണം സംഘടിപ്പിച്ചു. ആഗമലയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി CV പൌലോസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി MU കബീർ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, മണ്ഡലം കമ്മിറ്റി അംഗം MA വേലായുധൻ, MS അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. തൃശൂർ മിഠായി തെരുവ് റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയാണ് സംഭവം. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ആണ് തട്ടിയത്. തൃശൂർ ഈസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂരിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ സ്ത്രീയെയും കുട്ടികളെയും
ഹോട്ടലിലെ ഇതര സംസ്ഥാന തൊഴിലാളി അപമാനിച്ചു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ ജീവനക്കാരന് പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി വടക്കേനടയിലെ സുപ്രീം ഹോട്ടലിലായിരുന്നു സംഭവം. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുകയായിരുന്ന കുടുംബത്തിലെ 2 കുട്ടികളെയും അമ്മയെയും ഹോട്ടൽ ജീവനക്കാരനായ മുരുകൻ ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടികൾ കരഞ്ഞതിനെ തുടർന്ന് കൂടെയുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് ഇയാളെ പിടികൂടി. തുടർന്ന് നടന്ന കയ്യാങ്കളിയിൽ തൊഴിലാളിക്ക് പരിക്കേറ്റു. ഡിണ്ടിഗൽ സ്വദേശി മുരുകനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട മുരുകനെതിരെയും കുട്ടികളുടെ രക്ഷിതാവിനെതിരെയും പോലീസ് കേസെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. കൊടുങ്ങല്ലൂരിൽ തണൽ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. കോട്ടപ്പുറം ചേരമാൻ പറമ്പിന് സമീപത്തെ ബദാം മരത്തിന്റെ കൊമ്പാണ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത്. മരക്കൊമ്പ് വീണതിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോളിന്റെ നേതൃത്വത്തിൽ മരത്തിന്റെ കൊമ്പ് വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. യോഗ ഒരു ലഹരിയാണെന്നും ശരീരവും മനസ്സും തമ്മിലുള്ള മീഡിയമാണ് യോഗയെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് അറിയാക്കയങ്ങൾ എന്ന പേരിൽ അവതരിപ്പിച്ച ലഹരിക്കെതിരെയുള്ള നൃത്ത, നാടക, സംഗീത ശില്പത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേയർ. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ലഹരി ഇന്ന് നമ്മുടെ നാട്ടിലും വ്യാപിച്ചിരിക്കുകയാണെന്നും അതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പോരാടണമെന്നും മേയർ പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ പ്രിൻസിപ്പൽ KR സ്മിത അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റർ KP ബിന്ദു, VHSC പ്രിൻസിപ്പൽ അനിത, ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപിക KV സരള, പ്രകാശ് ബാബു, വരദരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ അതിലൂടെ സഞ്ചരിക്കുന്നവരത് ഇതാണ് പത്രത്തിൽ കൂടി പല ഇതിന് അടിമയായുള്ള ആദ്യമായി തന്നെ അതിനെ ക്രമീകരിക്കുന്നതിന് 18 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് നമ്മളത് സ്ഥാപിച്ചിട്ടുള്ളത്. പുതിയ ഇത് കാണുന്ന തരത്തിലുള്ള വിദ്യാലയത്തിൽ പഠിക്കുന്നവരോട് ബോധ്യപ്പെടുത്താൻ ഗുണകരമായ ഭയങ്കരമല്ല വിദ്യാഭ്യാസം വലിയ ഒരു ലഹരി. മുരിയാട് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി. ഘോഷയാത്രയ്ക്ക് തെയ്യവും മേളവും അകമ്പടിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി, രതി ഗോപി, സരിത സുരേഷ്, KU വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂൺ 22 ഞായറാഴ്ച രാവിലെ 10:23 തിങ്കളാഴ്ച രാവിലെ 10:30 പാചകം റിസോഴ്സ് പേഴ്സണൽ ചെറിയ വൈകിട്ട് 3 മണിക്ക്. ഇതുമുതൽ 24 വരെ മുരിയാട് പരമ തീവ്രതയോടെ. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. സ്കൂളിലെത്തിയ നെല്ലുവായി മുണ്ടൻകോട് സ്വദേശി പ്രമോദാണ് ആക്രമണം നടത്തിയത്. ഇയാൾ മദ്യപിച്ചിരുന്നതായി സുശാന്തും PTA കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു. റഷീദ് എരുമപ്പെട്ടി വിവരങ്ങളുമായി ചേരുന്നു. റഷീദ്, ഇത്തരത്തിലൊരു ആക്രമണം നടത്താനുണ്ടായ ഒരു സാഹചര്യം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായത്. ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്കൂളിലെ കിണർ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ PTA പ്രസിഡന്റ് സുശാന്തും അതുപോലെ തന്നെ SMC ചെയർമാൻ മനാഫ് ഉൾപ്പെടെയുള്ള PTA SMC ഭാരവാഹികൾ സ്കൂളിലെത്തിയിരുന്നു. ഈ സമയത്താണ് ഈ മർദ്ദിച്ചെന്ന് പറയുന്ന പ്രദീപ് ഒരു ഓട്ടോറിക്ഷയിൽ അവിടെ വന്നിറങ്ങിയത്. ഈ സുശാന്തിനെ കണ്ടപ്പോൾ നേരെ സുശാന്തിന്റെ അടുത്തേക്ക് ചെല്ലുകയും നീ
പക്ഷപാതം ഉണ്ടായതെന്നും പ്രസിഡന്റ് ആയിരിക്കാൻ ഒരു യോഗ്യതയുമല്ലെന്ന് പറഞ്ഞ് വാക്കേറ്റം ഉണ്ടാവുകയും അസത്യം പറയുകയുമായിരുന്നു. തുടർന്ന് വാക്കേറ്റത്തെ തുടർന്ന് സുശാന്തിനെ കയറി പിടിക്കുകയും കയ്യിലുണ്ടായിരുന്ന വള ഉപയോഗിച്ച് സുശാന്തിന്റെ മുഖത്ത് ഇടിച്ചതായും പറയുന്നു. ഇയാൾ മദ്യപിച്ചിരുന്നതായിട്ടാണ് സുശാന്തും പി ടി അംഗങ്ങളും പറയുന്നത്. മർദ്ദനമേറ്റ സുശാന്ത് എരുമപ്പെട്ടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ഇതിനുശേഷം എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവർ തമ്മിൽ ഫോണിൽ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ പക്ഷപാതം ഉണ്ടായ സാഹചര്യത്തിൽ ഇത് സമാനമായ രീതിയിൽ സുശാന്തിനെ ഫോണിൽ വിളിച്ച് ഈ പ്രതി ഈ മർദ്ദിച്ചെന്ന് പറയുന്ന വ്യക്തി അസത്യം പറഞ്ഞതായി പറയുന്നു. ഇതിനെ തുടർന്നുള്ള വാക്കേറ്റം ഇതിനു മുമ്പ് ഇവർ ഫോണിൽ നടന്നിട്ടുണ്ട്. ഇതിന്റെ പ്രതികാരമായിട്ടായിരിക്കാം മർദ്ദനം ഉണ്ടായതെന്നാണ് കരുതുന്നത്. എന്തായാലും മർദ്ദനമേറ്റ സുശാന്ത് എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. അതുപോലെ തന്നെ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ സുശാന്തിന്റെ മകളും കുട്ടിയും ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അന്ന് തൊട്ട് തന്നെ സുശാന്ത് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായ സാഹചര്യം തൊട്ട് സ്കൂളിൽ മുഴുവൻ സമയവും ഇതിനോടൊപ്പം നിന്ന് കുട്ടികൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനും അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കുമായി സ്കൂളിൽ ഉണ്ടായിരുന്നു. സുശാന്തിന്റെ മാതൃകാപരമായ പ്രവർത്തനമാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു മർദ്ദനം ഉണ്ടായത്. സുശാന്താണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കഴമ്പുമില്ലാത്ത ആരോപണം ഉന്നയിച്ചാണ് ഈ പ്രതി ഈ സുശാന്തിനെ മർദ്ദിച്ചത്. മർദ്ദനമേറ്റ സുശാന്ത് എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്ന സംഭവത്തിൽ PTA കമ്മിറ്റിയും SMC കമ്മിറ്റിയും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാനാണ് സുശാന്തിന്റെ തീരുമാനം. ഋഷി, അതുപോലെ തന്നെ ഇപ്പോൾ ഭക്ഷ്യവിഷബാധയേറ്റ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ക്ലോറിനേഷൻ നടപടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ടുണ്ടോ? 1-2 കുട്ടികൾ ഇപ്പോഴും ആശുപത്രിയിലായിരുന്നു എന്നാണ് മുൻപ് നമുക്ക് വാർത്തകൾ ലഭ്യമായിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായും എല്ലാ കുട്ടികളും ആശുപത്രി വിട്ടു. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കുട്ടികൾ പൂർണ്ണമായും ആശുപത്രി വിട്ടു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട് നമുക്ക് അവസാനം ലഭിച്ചിട്ടുള്ള വിവരം കിണറിൽ കോളിഫോം ബാക്ടീരിയയുടെ അംശം ഉണ്ടായിരുന്നു, സാന്നിധ്യം ഉണ്ടായിരുന്നതാണ് പരിശോധന കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഇന്നും ഇന്നലെയുമായി ശുചീകരണ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് ഭക്ഷണമോ അതുപോലെ തന്നെ വെള്ളമോ കുട്ടികൾക്ക് ഇപ്പോൾ നൽകുന്നില്ല. കിണർ ശുചീകരണത്തിന് ശേഷം മാത്രമാണ് കുട്ടികൾക്ക് ഇവിടെ പാചകം ചെയ്ത് ഭക്ഷണം കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ വെള്ളം കൊടുക്കുവാനുള്ള സാധ്യതയുമുള്ളൂ. അതുപോലെ തന്നെ വെള്ളം ശുചീകരിക്കാനുള്ള യന്ത്രങ്ങൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനവും PTA കമ്മിറ്റിയുടെ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ശുചീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം പൂർണ്ണ സുഖം പ്രാപിച്ചു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ശരി റഷീദ്, വിവരങ്ങൾ നൽകിയതിന്. ഭക്ഷ്യവിഷബാധയുണ്ടായിരുന്നു ഗവൺമെന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സ്കൂളിലെത്തിയ നെല്ലുവായ് മുണ്ടങ്കോട് സ്വദേശി പ്രമോദ് എന്ന വ്യക്തിയാണ് ആക്രമണം നടത്തിയത്. വിവരങ്ങളാണ് എരുമപ്പെട്ടിയിൽ നിന്നും റഷീദ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പഞ്ചായത്ത് കുടുംബശ്രീ വെങ്കിടങ്ങ് പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സുനീഷ സുഗതൻ, വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, ബെന്നി ആന്റണി എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ചെയർമാൻമാർ, മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ, കരൾ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് യുവാവ് സഹായം തേടുന്നു. കാട്ടൂർ പൊന്നനം സ്വദേശി കോപ്പുള്ളി വീട്ടിൽ ഗോപി മകൻ സ്വാനിഷാണ് ചികിത്സാ സഹായം തേടുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇദ്ദേഹം. കരൾ മാറ്റിവെക്കലിനായി 30 ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിർധന കുടുംബാംഗമായ സ്വാനിഷിന്റെ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. സ്വാനിഷിന്റെ ജീവൻ നിലനിർത്താൻ സുമനസ്സുകൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാട്ടൂർ ശാഖയിലുള്ള അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പഴയന്നൂർ വടക്കേത്ര തണ്ടാൻ സമുദായ സംരക്ഷണ സമിതിയുടെ 25ാം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സമിതി പ്രസിഡന്റ് C രാജു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി P സുന്ദരൻ അധ്യക്ഷനായി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പാമ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1989-90 10ാം ക്ലാസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ വേലായുധൻ, ചന്ദ്രൻ, ശോഭ, ഉഷ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അങ്ങോട്ട് പോകണമെന്ന് അതിൻ്റെ ഇടയിലാണ് ഈ കേരളശ്ശേരി ഒരു പ്രൈവറ്റ് വിദ്യാലയത്തിൽ സയൻസ് പഠിപ്പിക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് ആണ് മാനേജർ നേരിട്ട് വന്നിട്ട്
1ാം ക്ലാസ്സിലൊക്കെ അധികം പഠിപ്പിച്ചിട്ടുണ്ട്. പട്ടിപ്പറമ്പാണ്. ദോഷകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നന്മ മാത്രം വാണിജ്യം. ആരോഗ്യ സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിവരുന്ന ഹെർബ ലൈഫ് ഇൻഡിപെൻഡന്റ് അസോസിയേറ്റ് രാജകുമാർ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വെയ്റ്റ് ലോസ് മാരത്തോണിലെ വിജയികൾക്കായി ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിച്ചു. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച 1 മന്ത് 10 ഡേയ്സ് വെയ്റ്റ് ലോസ് ആൻഡ് വെയ്റ്റ് ഗെയിൻ മാരത്തോൺ ചലഞ്ചിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിതരണം ചെയ്തു. 1 മാസത്തെ വെയ്റ്റ് ലോസ് മാരത്തോണിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആൽവിൻ ജെയ്സിന് സമ്മാനാർഹമായ 1,11,011 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും മേയർ MK വർഗീസ് വിതരണം ചെയ്തു. 10 ഡേയ്സ് വെയ്റ്റ് ലോസ് മാരത്തോണിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വിനീതിനുള്ള 50,000 രൂപയും സർട്ടിഫിക്കറ്റും ട്രോഫിയും അടങ്ങിയ പാരിതോഷികം ഹെർബ ലൈഫ് കേരള സീനിയർ വെൽനസ് കോച്ചുമാരായ രാജ്കുമാർ, കവിത രാജ്കുമാർ എന്നിവർ ചേർന്ന് കൈമാറി. മറ്റ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. വെൽനസ് കോച്ചുമാരായ സജീവ് കുമാർ, പ്രവീണ, ഷെരീഫ്, സോഫിയ, സുനിൽകുമാർ, സബിത, ഹൈദർ, ഷാജിദ, അൻസാർ, ഷക്കീല, ബിജു, അനു, വത്സൻ, പ്രിൻസി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കോച്ചുമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 മാസത്തിൽ മത്സരത്തിന്റെ ഭാഗമായി 3650 കിലോ അമിതവണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നും ഇവർ പറഞ്ഞു. ഗ്രാൻഡ് ഫിനാലെയുടെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. അനാരോഗ്യകരമായ ജീവിത സാഹചര്യത്തിൽ നിന്നും ആരോഗ്യകരമായ ഒരു ജീവിത സ്ഥിതിയിലേക്ക് മാറാൻ ഓരോരുത്തരെയും സഹായിക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ ഉതകുന്ന വിധത്തിലുള്ള നല്ലൊരു ഭക്ഷണശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹെർബ ലൈഫ് പ്രവർത്തിക്കുന്നത്. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,230 രൂപ, പവന് 73,840 രൂപ. വെള്ളി ഗ്രാമിന് 119 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,396 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂരിൽ UDF-ന് മിന്നും വിജയം. ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത് 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. LDF തട്ടകങ്ങളിലും UDF കുതിപ്പ്. തൃശൂർ തൃപ്ര റോഡിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ചു. ദേശീയപാത വാണിയംപാറയിൽ കാർ നിയന്ത്രണം വിട്ടു പറഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കോയമ്പത്തൂരിലേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. കനോലി കനാലിൽ നിറഞ്ഞു കവിഞ്ഞതോടെ കയ്പമംഗലം, എടത്തുരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.